കുഞ്ഞെടുക്ക അല്ല നിങ്ങളൊക്കെ ആരാ അടിച്ച് മൂക്ക് വരത്ത് കളയും. ഇത് ഏതാടി ഏസത്തുകള്? അല്ല നിങ്ങൾ എവിടാ താമസിക്കുന്നേ? പരിചയമുള്ളവനാണോ? മൈക്കിളിച്ചാന്റെ ചേട്ടച്ചേര വല്യമ്മച്ചി ആണോ? ഞാനും പെണ്ണും പേടിച്ചു പോയല്ലോ. പേടിക്കാൻ നിങ്ങളാരും മനുഷ്യ കണ്ടിട്ടില്ലയോ? കള്ളം കള്ളനെന്ന് പറഞ്ഞു ഒരൊറ്റ അലർച്ചയാ. സത്യം പറഞ്ഞ ഞാനാ പേടിച്ചേ. എന്റെ കുഞ്ഞിറക്കൻ എവിടെ പെണ്ണേ? കിടക്കുക ആന്നോ? നീ വാ. ഇച്ചാനോ? എന്നതായിരുന്നു താഴെ ബഹളം? അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ടാ എന്റെ കാലിന്? എന്റെ ഈശോയെ എന്നാ കെട്ടായത്? എല്ലാം പറഞ്ഞു ഞാനോടാ. ഏത് ഡോക്ടറായി നീ കാണിച്ചേ? വേണ്ടാത്ത പണിക്ക് പോയിട്ട് കാല് കളഞ്ഞല്ലോടാ കുഞ്ഞെ. അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല ചായ. എന്ന് നീയാണോ തീരുമാനിക്കുന്നേ? നമുക്ക് ഉടനെ പോവാം. നാട്ടിൽ പോയിട്ട് ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ കാണിക്കാം. ഞാൻ പോയി ഒരു വണ്ടി വിളിച്ചോണ്ടിരാം. വണ്ടി പിടിക്കാം. ഇച്ചാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലോ. ആദ്യം ഒന്ന് കുളിക്കേ, എന്നിട്ട് വല്ലതും കഴിക്കാം. എടാ കുളിയും കളിയൊക്കെ പിന്നെ നീ ഒന്ന് വേഗം റെഡിയാക്കേ. എന്റെ ഇച്ചായ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വെയിലൊന്ന് ചാഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം. എടാ വണ്ടിക്കകത്ത് എവിടെ നിന്നാടാ വെയില്? ഈ ഇച്ചായ നീ ചെന്നാ സോപ്പും തോർത്തെടുത്തോളൂ. എടാ കുഞ്ഞിറക്കാൻ ഞാൻ വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ട് ഇച്ചായ. നിങ്ങളാരും ഡോക്ടർമാരല്ലോ. പക്ഷെ ഡോക്ടർ പറഞ്ഞല്ലോ. ഇവിടെ എന്ത് ഡോക്ടറാടാ? നല്ല ഡോക്ടറാ നോക്കിയേ. എനിക്കൊന്നും കേക്കണ്ട. കാല് പോയാ പോയതാ. നഖവും മുടിയും പറ്റിയാ പിന്നെയും വളരും. അതുപോലെ കാല്. ശരി, ഇച്ചായം പോയിന്ന് കുളി, എന്നിട്ട് നമുക്ക് നാട്ടിൽ പോവാം. നിന്റെ ഒരു ഒടുക്കത്തെ കുളി. ആരാ സോപ്പ് നിർത്തുക? എവിടെ വിളിക്കുന്നേ? താഴൊരു കിണറുണ്ട്. അല്ലെ പിന്നെ ഒരു ഫർളങ് അങ്ങോട്ട് പോയൊരു പുഴയുണ്ട്, ആ ഭാഗത്തായിട്ട്. ഓ എന്നാ പിന്നെ പുഴ തന്നെ ആയിക്കോട്ടെ. ഓ എന്നിട്ട് നാട്ടിലോട്ട് പുറപ്പെടാൻ പോവാണോ? ഓ ആര് പുറപ്പെടാനാ? ഇച്ചായം കുളിയഞ്ഞങ്ങൾ വരട്ടെ, മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ വന്ന മൂച്ചിൽ എതിർക്കാൻ നിന്നാണ്ടല്ലോ. നിനക്കറിയാലോ ചായനെ, പുള്ളിക്കാരൻ എന്നെ പൊക്കിയെടുത്തങ്ങ് പോകും. ആ നീ ചായന് കഴിക്കാൻ തേലുണ്ടാക്ക. കുളിച്ചപ്പോ നല്ല വിശപ്പ്. നീ ഉണ്ണുന്നില്ലോടാ? കഞ്ഞി കുടിച്ചിട്ട് അധികം നേരം ആയില്ല. ഇതെല്ലാം മുട്ടയോ? കോഴിയിറച്ചി ഇല്ലൂടി? അത് കോഴിയിറച്ചിക്ക് കവലേ പോണോ ചായ? എനിക്ക് വയ്യാത്തോണ്ട്. അയ്യയ്യേ, ഇതെങ്ങനെ ഉണ്ണാനാ? ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കോഴിയിറച്ചില്ലാതെ ഉണ്ടിട്ടില്ല. ഇവിടെ അടുത്ത വീടുകളൊന്നും കോഴിയെ കിട്ടത്തില്ലൂടി? ഇല്ല ചായ. അതെവിടെന്നാ? അത് താഴത്തെ വീട്ടുകാര് വളർത്തുന്നതാ. ചേടാ, എങ്കി പിന്നെ അവരോട് മേടിച്ചാ പോരായിരുന്നോ? അവര് കോഴിയെ വിൽക്കത്തില്ല. അതെന്നാ? കോഴി സമ്മതിക്കത്തില്ലയോ വിൽക്കാൻ? അത് നമുക്ക് രാത്രിയിലത്തേക്ക് ഏർപ്പാടൊക്കെ ചായ. ഊണെന്ന് പറഞ്ഞാ ഉച്ചയല്ലൂടാ. മാത്രമല്ല നമുക്ക് ഉടനെ പോകണ്ടായോ? ആ ദീച്ചയുള്ള കറി വിട്ട് ഊണ് കഴിക്കും. ആ ഇതറിഞ്ഞിരുന്നേ കോഴിയെ ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ. ഓരോ വിധി. മുട്ടയെങ്കിൽ മുട്ട. കുഞ്ഞുട്ടി ചായൻ എന്നാ ഈ നേരത്ത്? കട പൂട്ടിയോ? കട പൂട്ടും ആ സ്ഥിതിയിലായിരിക്കുക ഞാനിപ്പം. ഇന്നവിടെ നടന്നത് കച്ചവടം വല്ല കൊച്ചേ, കൂട്ടത്തല്ല. കണ്ണാടി അലമാര 1, അലുമിനിയ പാത്രങ്ങൾ 3, ഗ്ലാസുകൾ 9, എല്ലാം തരിപ്പണമായി. അതോടെ പ്രശ്നം തീർന്നെന്നാ കരുതിയത്? ഇല്ല. വൈകുന്നേരമായപ്പോ തലയിലൊരു വെച്ചുകെട്ടുമായി ഡ്രൈവർ തങ്കപ്പനും കൂട്ടരും വന്നു. അവന്റെ തലയ്ക്ക് പരിഹാരമായി രൂപ 1000 ആ വഴിക്കും പോയി. കുഞ്ഞുട്ടി ചായൻ എന്നതായി പറയുന്നേ? മേളി താമസിക്കണ മൈക്കിളിനെ അന്വേഷിച്ച് വന്ന ഒരുത്തനാ തങ്കപ്പനെ ബസ്സിലോട്ടെറിഞ്ഞ് തല പൊളിച്ചതെന്ന് വൈകുന്നേരം ആ കടലവണ്ടിക്കാരൻ ഒരു സംശയം പറഞ്ഞു. നേരാന്നോ? ഇന്നിവിടെ ആരേലും വന്നായിരുന്നോ? അയാള് നിന്റെ അപ്പറ്റം വിചാരിച്ചിട്ട് ഒത്തിട്ടില്ല. അയാളാണ്. ആന്നോ? ആയിരിക്കും. ഈ ഉരുപ്പിടി തന്നെ ആയിരിക്കും. വല്യപ്പച്ചനായിട്ട് ഓടിക്കാതെടാ. അവൻ ഓടിക്കട്ടെ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്തോന്നാ രാത്രിയിൽ ഈ ബഹളം? മിണ്ടണ്ട വല്യമ്മച്ചി, മൈക്കിളിച്ചാന്റെ ചേട്ടച്ചാരാ. അങ്ങേരുന്ന് കവലയില് ഡ്രൈവർ തങ്കപ്പന് തലയടിച്ച് പൊളിച്ചെന്ന്. എന്റെ ഈശോയെ, എന്നാത്തിനാ? ചാമ്പിച്ചാൻ അവന്റെ കളിക്കുഞ്ഞെന്ന വിചാരം. ഇയാൾക്ക് നാട്ടിൽ എന്നതാ മോളെ ജോലി?
അത് ചാണ്ടിച്ചായൻ പാർട്ടിക്കാരനാ. അതിന്റെ പ്രവർത്തനം. എന്തോന്ന് പാർട്ടി? അത് KC കോര സാർ പ്രസിഡന്റ് ആയിട്ടുള്ള പാർട്ടി കേട്ടിട്ടില്ലേ? തിരുവിതാംകൂർ കോൺഗ്രസ്. അതിന്റെ സെക്രട്ടറിയോ ഏതാണ്ട. എന്നെ ചോദിച്ചേ? ഇങ്ങേര് കവലയിൽ ആരെയോ തല്ലിന്ന്. ഏയ്, അത് ചാണ്ടിച്ചായനായിരിക്കത്തില്ല. എന്ന് ഞാനിങ്ങോട്ട് ചെല്ലട്ടെ. ഇതേതോ പുകഞ്ഞ വിത്ത. ഡ്രൈവർ തങ്കപ്പന്റെ ആൾക്കാർ പ്രതികാരം ചെയ്യാൻ നടക്കുക, തൽക്കാലം പുറത്തിറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞപ്പോ അവൻ പറയുക ഉടനെ തന്നെ അവരങ്ങോട്ട് വിട്ടേക്കാൻ, രാത്രി തന്നെ പ്രതികാരം ചെയ്ത് പോയിക്കോട്ടെന്ന്. മൈക്കിളിന്റെ കാലൊടിഞ്ഞ വിവരം അറിഞ്ഞേച്ച് വന്നതാണോ ഇവൻ? അതെ, തൽക്കാലം തിരിച്ചു പോകുന്നില്ലെന്ന്. അനിയച്ചാരെ കൃഷിയിൽ സഹായിക്കാൻ ഇവിടെ തന്നെ കൂടുക. ആണോ? കാര്യം ഞാൻ തങ്കപ്പന് 1000 രൂപ കൊടുക്കേണ്ടി വന്നെങ്കിലും ഇവന്റെ ഏറ് നല്ല ഉശരനായിരുന്നു. തങ്കപ്പന് അത് കിട്ടേണ്ടതാ. മൂക്കറ്റം തിന്നിട്ട് കാശ് തരില്ലെന്ന് പറഞ്ഞ ഞാൻ പോവാ. കടയിൽ ബെഞ്ച് നന്നാക്കാൻ ആശാരി തപ്പണം. എന്ത് വാടിയത്? ആണുങ്ങളെ തല കഴുകനാൻ പാട് കിടക്കുമ്പോ നോക്കിക്കൊണ്ട് നിൽക്കുവാന്നോ? എവിടുന്ന് കെട്ടിയെടുത്താവോ? ചുമ്മാ എന്നെ കയറി വഴക്ക് പറയുന്നു വല്യമ്മച്ചി. ആര്? ആ കാട്ടാളൻ ഡ്രൈവറുടെ തലതല്ലി പൊളിച്ചില്ലേ, ആ ചാണ്ടി. ആഹാ, എന്നാ ഇന്ന് വല്യമ്മച്ചി 2 വാക്ക് ചോദിച്ചിട്ട് എന്നാത്തിനാ നിന്നെ തെറി പറഞ്ഞത്? ഒരു കാര്യമില്ല വല്യമ്മച്ചി. എങ്കിൽ സാരല്ല, വല്യമ്മച്ചി അവനോട് പിന്നെ ചോദിച്ചോളാം. മൈക്കിൾ ഇച്ചായനോട് പറഞ്ഞാൽ ഇവിടുന്ന് കെട്ടിക്കുന്നതാ നല്ലത്. ആ, അത് തന്നെയാ നല്ലത്. എന്നാലും 1-2 ദിവസം ഇവിടെ താമസിച്ചോണ്ട് പോട്ട് നമുക്കെന്നാ ചെയ്തം. നീ ചെന്നേ ആ കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാൻ നോക്ക്. ചെല്ല്. ഞാൻ പറഞ്ഞ ചാണ്ടിച്ച സ്ഥലം കാണിക്കാൻ. ഇവനറിയാമെങ്കിൽ നീ എന്നാത്തിനാടി വരുന്നത്? എനിക്കറിയാം അമ്മച്ചി. എന്റെ ഈശോയെ, എന്നാ വലിപ്പമായ കോഴിക്കൊക്കെ. കാശാൽ ടർക്കി കോഴി പോലും ഇത്രയും വരികയല്ല. ഇതിനൊക്കെ ഇവിടെ വെച്ചോണ്ടാ ഞാൻ ഇന്നലെ മുട്ടക്കറി ചോറിന്റെ. ഇനി വേണം മക്കളെ. മനുഷ്യ, എന്റെ കോഴികളെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ. ഈ ഓടി വേണേ. കോഴികളെ പിടിക്കുന്നു. ഞാൻ വളർത്തുന്ന കോഴിയാ. നീ വളർന്ന കോഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവൂലേ? ചാണ്ടിച്ചാനായിട്ട് ഓടിക്കാതെടാ എന്റെ മാറും കേട്ടോ. പറഞ്ഞു മനസ്സിലായല്ലേ? എന്നതാ കാണിക്കുന്നേ? എന്നോടല്ലേ പറഞ്ഞത്? നല്ലോണം മുളകും മല്ലി അരച്ചങ്ങ് പോയി 2 പച്ചത്തക്കായ മുറിച്ചിട്ടോ. വല്യമ്മച്ചേ, 50 രൂപയുണ്ട്. നഷ്ടം എന്നാലും ആദ്യത്തെ കച്ചവടമല്ലേ, ഇരിക്കട്ടെ. ഇതങ്ങോട്ട് വാങ്ങിയാട്ടെ. വട വെച്ച ഇച്ചായൻ അങ്ങനെയാ, നീ അത് മറന്നാളാ. അല്ല, ഇന്ന് ഞായറാഴ്ചയല്ലയോ? നമുക്ക് പള്ളിയിൽ പോണ്ടേ? വാ പോവാ.